അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ എപ്പിസോഡ് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ ചർച്ചയെന്ന് വെച്ചാൽ ദേശീയ പണിമുടക്കാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ കേട്ടതിൽ വെച്ച് ഈ ഹർത്താൽ കൊണ്ട് ഒരു സാധാരണ ആൾക്കാർക്ക് ഒരു ബെനിഫിറ്റ് അതുകൊണ്ടില്ല. കണ്ടില്ലേ, എല്ലാവരും അവർ അന്നുള്ള ഒരു ജീവിതമാർഗ്ഗം വച്ചിട്ടാണ് ബാക്കി എല്ലാ ഒരു വീട്ടിലെ കാര്യങ്ങൾ എല്ലാം പോകുന്നത്. അപ്പോൾ നമുക്ക് ചോദിക്കാം എന്താണ് ഇനി അവർ ഒപ്പീനിയൻസ്. അമ്മമ്മേ, അപ്പോൾ എങ്ങനെയാണ് നാളത്തെ ഒരു ഹർത്താൽ കൊണ്ടുള്ള ബാക്കിയുള്ള കാര്യം? ഹർത്താൽ നാളെ തുടങ്ങിയ ഞങ്ങളുടെ ബിഷപ്പ് അറിയാൻ ആരുമില്ല കേട്ടോ. ഞങ്ങൾക്ക് ലോണുകളുണ്ട്, സംഘങ്ങളിൽ പണം അടയ്ക്കണം, പിള്ളേരെ പഠിപ്പിക്കണം. 500 രൂപ നാളെ കിട്ടിയ 2 ബുക്കോ പേനയോ ഒരു നേരത്തെ ഭക്ഷണമോ ഞങ്ങൾ വയ്ക്കും. മത്സ്യത്തൊഴിലാളികളെ മുടക്കിയിട്ട് ഇവരെന്തെന്ന് ചെയ്ത് ഇത് ഇത്ര നാളായിട്ട് ഈ ഒരു ഹർത്താൽ കൊണ്ട് എന്തെങ്കിലും ഒരു നേട്ടം ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, തലയാതെ ചുമന്ന് കഷ്ടപ്പെട്ടതും കൂടി അവന്മാരെ അടിച്ചു പൊട്ടിച്ചിട്ട്. എന്നാലും കാൽനടയാ നടന്ന് കുറേശ്ശേതും കൊണ്ടുവച്ച് അന്നത്തെ വിശപ്പ് ഞങ്ങൾ തീർത്തിട്ടുണ്ട് കേട്ടോ. ഇതുവരെ ഗവൺമെൻറ്റുകാർ ഒരു സഹായവും ചെയ്തിട്ടില്ല ഞങ്ങൾക്ക്. അന്ന് എല്ലാ ലോകത്തിലുള്ള ജനങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. ഒരു ദിവസം നമ്മൾ കഴിയാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഇതിനു മുമ്പേ കാറ്റും മഴയും വന്ന് മത്സ്യം പിടിക്കാൻ പോകണ്ടെന്ന് വിലക്കി, മത്സ്യം കച്ചവടം ചെയ്യണ്ടെന്ന് വിലക്കി. ഇവരെന്തോന്ന് ചെയ്ത്? സർക്കാർ എന്തോന്ന് ചെയ്ത്? ഞങ്ങൾ ആ ബിഷപ്പിൻ ത്യാഗത്തോടെ കിടന്ന്. അതെ, അപ്പൊ ഇതൊരു ചോദ്യമാണ്. കണ്ടില്ലേ, ഈ സർക്കാർ ഈ ഒരു ഇത്രയും വലിയ ഒരു ദേശീയ പണിമുടക്കണം എന്തിനാണ് ഇത്രയും വലിയ രീതിക്ക് എല്ലാ കടകളും അടയ്ക്കണം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എല്ലാം നാളെ പാടില്ലെന്ന് പറയുന്നത്? എന്തുകൊണ്ടെങ്കിൽ ആർക്കും സാധാരണക്കാരന് എന്തുകൊണ്ടെങ്കിലും അതുകൊണ്ട് ഒരു ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ടെന്നാണ് ഈ ഹലോ ഒത്തിരി ആളുകൾ നമ്മൾ ചോദിച്ച് നമ്മൾ നേരത്തെ കണ്ടതാണ്.